ഡേ 17 ഇന്ന് നമ്മൾ കോൺസ് അബൌട്ട് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് അറിയാൻ പോകണം. അതിന് മുമ്പ് ഡേ 16 എന്തൊക്കെ സംഭവിച്ചെന്ന് അറിഞ്ഞിട്ട് തുടങ്ങാം. സോ വെൽക്കം ബാക്ക് ടു ഷോ ദാറ്റ് നെവർ യു വാച്ചിങ് BPCM ബാംഗ്ലിപ്പോൺ കൺഫ്യൂസ്ഡ് മല്ലു. ഡേ 16 നമ്മൾ അറിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പ്രോസ് അബൌട്ട് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ്. ഇൻ കേസ് നിങ്ങൾ കോൺസ് എന്ന് പറഞ്ഞ് ഈ ഒരു വീഡിയോ ആണ് കാണണമെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണാൻ വേണ്ടി ഐ ബട്ടൺ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കയറി ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ടുഡേസ് ഫസ്റ്റ് പോയിന്റ്, ഡൈജസ്റ്റീവ് പ്രോബ്ലംസ്. നമ്മൾ ഇത്ര നാൾ 3 നേരം മീൽ റെഗുലറായിട്ട് കഴിച്ചിട്ടിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ടൈം മീൽ സ്കിപ്പ് ചെയ്തിട്ട് കൂടുതൽ നേരം വിശന്നിരിക്കുന്ന കാരണം തന്നെ നമുക്ക് ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉണ്ടാകാൻ തുടങ്ങും. നമുക്ക് നെഞ്ചരിച്ചിലുണ്ടാകും, അതായത് ഹാർട്ട് ബേൺ ഉണ്ടാകും. പിന്നെ ഈ ഡയറ്റൊക്കെ തുടങ്ങിക്കഴിയുമ്പോൾ കുറേ പേര് വെള്ളം കൂടി അങ്ങോട്ട് സ്കിപ്പ് ചെയ്യും. ഡീഹൈഡ്രേഷനും അത് കാരണം തന്നെ നമുക്ക് കോൺസ്റ്റിപ്പേഷനും ആകും. പോകെ നമ്മൾ ഇറിറ്റേറ്റഡ് ആയിരിക്കും കൂടുതൽ നേരം വിശന്നിരിക്കുന്ന കാരണം. പിന്നെ നമ്മുടെ ഈറ്റിംഗ് സൈക്കിൾ ശരിയല്ല, നമ്മുടെ ഡയറ്റ് ബാലൻസ്ഡ് അല്ലെങ്കിൽ നമുക്ക് മാൽ ന്യൂട്രീഷൻ ആകും. പിന്നെ നോഷ്യ ആകും. നോഷ്യ എന്ന് വെച്ചാൽ നമുക്ക് കൊക്കാനുള്ള ടെൻഡൻസി അല്ലെങ്കിൽ വോമിറ്റിംഗ് സെൻസേഷൻ എന്നും പറയാം. പിന്നീട് ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉള്ള ഒരാളാണെങ്കിൽ അത് കോസ് ചെയ്യണ ഫുഡൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് വേണം ഡയറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ട്രബിളും ഉണ്ടാകും. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ സിവിയർ ഹങ്കർ. ആസ് എൻ ഇന്ത്യൻ ആൻഡ് എ മലയാളി നമ്മൾ കൺസ്യൂം ചെയ്യുന്ന 3 മീൽ നല്ല ഹെവി മീൽസ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഒരു മീൽ സ്കിപ്പ് ചെയ്തിട്ട് 2 മീൽ മാത്രം കഴിക്കുന്ന ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ ചില ആൾക്കാർക്ക് മാത്രം താങ്ങാൻ പറ്റാത്ത അത്രയും വിശപ്പുണ്ടാകും. അതാണ് ഈ സിവിയർ ഹങ്കർ എന്ന് പറഞ്ഞത്. അപ്പോൾ അധികം നേരം നമ്മൾ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ തേർഡ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ലോവർ ഫിസിക്കൽ ആക്ടിവിറ്റി. എൻ്റെ ഒരു പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞേക്കണ പോലെ തന്നെയാണ്, നമ്മൾ അധികം ഭക്ഷണം ഇൻടേക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് പുഷ് ചെയ്യാനോ അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യാനുള്ള എനർജി ഉണ്ടാവില്ല. വർക്കൗട്ടൊന്നും മാത്രമല്ല, എല്ലാ കാര്യങ്ങളും നമ്മൾ ടയേർഡായിരിക്കും. ഈ ഒരു സംഭവം നമ്മുടെ ബോഡി നമ്മുടെ ഈ ഒരു ചേഞ്ചായിട്ട് അഡ്ജസ്റ്റ് ആവണ വരെയുള്ള ഒരു പ്രോബ്ലമേ ഉണ്ടാവുള്ളൂ. ഏകദേശം ഒരാഴ്ച 1 വീക്കിനുള്ളിൽ തന്നെ ഇത് മാറിപ്പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. ആൻഡ് ദ ഫോർത്ത് പോയിന്റ്, മെഡിക്കേഷൻസ്. ചില മെഡിസിൻസ് എടുക്കുമ്പോൾ നമ്മൾ ഭക്ഷണത്തിൻ്റെ ഒപ്പം മാത്രം കൺസ്യൂം ചെയ്യാൻ പാടില്ലെന്ന് പറയാറുണ്ട്. ഫോർ ആൻ എക്സാമ്പിൾ, ആൻറ്റിബയോട്ടിക്സ് 2 times a day എന്ന് പറഞ്ഞ് പ്രിസ്ക്രൈബ് ചെയ്ത് തന്നെയാണെങ്കിൽ നമുക്കത് ഭക്ഷണത്തിനൊപ്പം മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. ഇൻ കേസ് നിങ്ങൾ ഭക്ഷണം സ്കിപ്പ് ചെയ്ത് ആ ടാബ്ലറ്റ് കഴിക്കണമെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് വേറെ ഉണ്ടാകും, അല്ലെങ്കിൽ ആ ടാബ്ലറ്റിൻ്റെ എഫക്റ്റീവ്നെസ്സിൽ കുറവുണ്ടാകും. ഇങ്ങനത്തെ ഒരു പോയിന്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് വലിയൊരു റെസ്ട്രിക്ഷൻ ആണ്. ആൻഡ് ഫൈനലി ദ ലാസ്റ്റ് വൺ, മേ സ്റ്റിൽ കോസ് വെയിറ്റ് ഗെയിൻ. നമ്മൾ ഈ കാലറി ഡെഫിസിറ്റും ഈ ഡയറ്റും ഒക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾ ആ ഗോൾ അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ, ഇനി നമ്മൾ ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞല്ല ഇനി വെയിറ്റ് ലോസും ഇതൊന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ആ കാലറി ഡെഫിസിറ്റൊന്നും ബ്രേക്ക് ചെയ്യാം, നമ്മുടെ ഡയറ്റും ബ്രേക്ക് ചെയ്ത് തോന്നിയ പോലെ കപ്പം കുപ്പം വലിച്ചു വരെ തിന്നുമ്പോൾ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി, നമ്മൾ തിന്നുന്നതനുസരിച്ച് വെയിറ്റ് തിരിച്ചും കൂടും. നിങ്ങൾ അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ നമ്മൾ കാലറി ഡെഫിസിറ്റ് ഡയറ്റ് ചെയ്ത് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ നോക്കണം. അപ്പോൾ ഇൻ ഷോർട്ട്, ഇറ്റ് മേ സ്റ്റിൽ കോസ് യു വെയിറ്റ് ഗെയിൻ. അഡീഷണലായിട്ട് നിങ്ങൾക്കറിയാവുന്ന വേറെ കുറേ കാര്യങ്ങൾ എൻ്റെ ഒപ്പം ഷെയർ ചെയ്യാൻ ഒട്ടും മടിക്കണ്ട. മൈ കമൻറ്റ് സെക്ഷൻ ഈസ് ഓൾവേസ് ഓപ്പൺ ഫോർ യു ഗൈസ്. സോ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സർപ്രൈസ് ചെയ്യാൻ മറക്കരുത്. ആസ് ഐ ഓൾവേസ് സേ, സ്റ്റേ ട്യൂൺഡ് ആൻഡ് സീ യു സൂൺ. ബൈ ബൈ.